ഹലോ ഫ്രണ്ട്സ്, അമ്നാസ് വെള്ളിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ അതാ നിങ്ങൾ കമൻസൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കണം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു. അപ്പോൾ അതാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ഞാനിവിടെ എഴുതാം, നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം. അപ്പോൾ അതായത് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ബീഫാണ്. ബീഫും ക്യാരറ്റാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ബീഫ് ഞാൻ കഴുകി വെച്ചേക്കുന്നതാണ്. പിന്നെ കുരുമുളക്, പെരിഞ്ചീരകം, വെളുത്തുള്ളി, ഇഞ്ചി, ഗരം മസാല അല്ലെങ്കിൽ നിങ്ങൾക്ക് മീറ്റ് മസാല എടുക്കാം. ഞാൻ മീറ്റ് മസാലയാണ് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫ് ഞാൻ കഴുകി വാരി വെച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ബൗളിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ നമുക്കൊന്ന് ബീഫ് വേവിച്ചെടുക്കാം. കുക്കറിലേക്ക് ഞാൻ ഇട്ടേക്കാണ് ബീഫ്. ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് ഞാൻ കൊടുക്കണത് എന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് നേരത്തോളമായി ഇങ്ങനെ ബീഫ് വെള്ളം പോകാനായിട്ട് വെക്കണം. അപ്പോൾ അത് കാരണം ഭയങ്കര നമ്മുടെ വെള്ളമൊക്കെ പോയി. അപ്പോൾ അത് കാരണമാണ് ബീഫിലൊരു വെള്ളം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അപ്പം തന്നെ ഇതാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഇതേ ബീഫ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഏകദേശം 3-4 വിസിലടിച്ചപ്പോൾ തന്നെ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതേ ഒരു സവാള, ആവശ്യത്തിന് കറിവേപ്പില, ക്യാരറ്റ് 2 പിന്നെ കുരുമുളക്, നേരത്തെ പറഞ്ഞതൊക്കെ കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് അപ്പോൾ ഇതേ നമ്മുടെ ബീഫ് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക ഫ്ലെയിം. അപ്പോൾ അതിനുശേഷം ഇതേ ലാസ്റ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ക്യാരറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ക്യാരറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ ആ എടുത്ത 2 ക്യാരറ്റും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൂടിയൊന്നും വെക്കണ്ട കേട്ടോ. നിങ്ങൾ ഞാൻ മൂടിയൊന്നും വെച്ചിട്ടില്ല. മൂടിയൊന്നും വെക്കണ്ട. അല്ലാതെ തന്നെ ഇതൊരു 2 മിനിറ്റിനുള്ളിൽ തന്നെ ആയിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ആ ഒരു പച്ച മണം ഒന്ന് മാറി കിട്ടിയാൽ മതി. നമുക്ക് ആ ക്യാരറ്റിൻ്റെ ഒരു പച്ച ഇത് മാറിയാൽ മതി. അതിനുശേഷം നമുക്കത് റെഡിയായി കിട്ടും കേട്ടോ. 2 മിനിറ്റ് വേണ്ട, 2 മിനിറ്റിനുള്ളിലായിട്ട് ശരിയായി കിട്ടും. അപ്പോൾ അതാ നമ്മുടെ ക്യാരറ്റ് ബീഫ്
ഫ്രൈ റെഡി ആയിട്ടുണ്ട്. റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 2 മിനിറ്റ് പോലും വേണ്ട ക്യാരറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. നല്ല ടേസ്റ്റ് കേട്ടോ. ടേസ്റ്റ് മാത്രമല്ല ഹെൽത്തിയാണ്. എന്താണ് വെജിറ്റബിളോട് ചേരുമ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ കാണാം.